അമ്പൂരിയിലെ മത്സ്യവിശേഷങ്ങൾ. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിൽ കുടപ്പനമൂടിലെ AK ഫിഷ് ഹാച്ചറി എന്ന സംരംഭം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മുൻ പ്രവാസിയായ AK സലീമാണ്. രണ്ട് പതിറ്റാണ്ടിന് മുൻപ് പ്രവാസ ജീവിതത്തിനോട് വിട പറഞ്ഞ് നാട്ടിൽ ഒരു സ്വയം തൊഴിൽ സംരംഭം എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്ന കണക്കുകൂടലിലാണ് സലീം തിരിച്ചെത്തിയത്. അങ്ങനെ തനിക്ക് സ്വന്തമായുണ്ടായിരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നാൽ കൃഷിക്ക് ആവശ്യം വേണ്ട വെള്ളത്തിന് ദൗർലഭ്യം അനുഭവപ്പെട്ടു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു കാലത്ത് വയലായിരുന്ന ഇവിടെ ഒരു കുളം കുഴിക്കാൻ സലീം തീരുമാനിച്ചത്. അങ്ങനെ കൃഷിക്ക് വെള്ളം ലഭ്യമാക്കാനായി കുളം കുഴിച്ചു. ധാരാളം വെള്ളം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ലാഭകരമായ മറ്റൊരു കൃഷി കൂടി തുടങ്ങാം എന്ന ചിന്തയിലാണ് മത്സ്യകൃഷിക്ക് തുടക്കം കുറിച്ചത്. ഞാനൊരു പ്രവാസിയായിരുന്നു. 96 ഞാൻ റിട്ടയറായി വന്നതിന് ശേഷം എനിക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടായിരുന്നു. കിണറിൽ വെള്ളമില്ലായിരുന്നു. ആ കിണർ പല പ്രാവശ്യം താഴ്ത്തിയിട്ടും എനിക്ക് വെള്ളം ലഭിച്ചില്ല. അപ്പോൾ അതിന് ശേഷമാണ് ജിയോളജി സർവേ വഴി പോയി അവർ പറഞ്ഞത് ഇത് നിലമായിരുന്നു, നിലമെല്ലാം നിവന്നു പോയി, ഒരു കുളം കുത്തി നോക്കാൻ പറഞ്ഞു. കുളം കുത്തി നോക്കി ക്രമേണ ഇവിടെ എല്ലാം ഈ പ്രദേശം മൊത്തം ഇപ്പോൾ വെള്ളമായി. പിന്നെ ഈ വെള്ളം എന്ത് ചെയ്യുമെന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കാണ് മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. അതിനൊപ്പം തന്നെ പച്ചക്കറികളും മറ്റൊക്കെ തുടങ്ങി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനുള്ള സഹായങ്ങളൊക്കെ ഫിഷറീസിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം ഇത് ഫാം സ്കൂളായിരുന്നു. ഇപ്പോൾ ഈ വർഷവും സുഭിക്ഷകരണം അനുസരിച്ചിട്ട് ഇവിടെ വെച്ചാണ് ഫാം സ്കൂൾ നടത്തിയത്. ഇപ്പം വെള്ളത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആവശ്യത്തിന് അധികം വെള്ളമുണ്ട്. എല്ലാത്തരം മത്സ്യക്കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. അനുവദനീയമായതെല്ലാം കാർപ്പ് വർഗ്ഗങ്ങളെ ബ്രീഡ് ചെയ്യാനുണ്ട്, കരിമീൻ ബ്രീഡ് ചെയ്യാനുണ്ട്. എൻ്റെ കൂടെയുള്ളത് റോബിൻ ഫ്രാങ്കാണ്. പുള്ളി എൻ്റെ സഹായിയാണ്. 20 വർഷമായി പുള്ളി എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാ രീതിയിലും പുള്ളി നല്ലൊരു ബ്രീഡറാണ്, ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. പക്ഷേ എന്നാലും പുള്ളിയുടെ ജീവിതം ഇവിടെ കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. പിന്നെ അമ്പൂരി കൃഷി ഓഫീസിൽ നിന്ന് ഈ കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവർ തരുന്നുണ്ട്. വിത്തും വളവും മറ്റു കാര്യങ്ങളും ഉപദേശങ്ങളും എല്ലാം തരുന്നുണ്ട്. അദ്ദേഹം ഇന്നും ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ആ ഓഫീസിൽ എല്ലാ സഹായവും നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി മത്സ്യകൃഷി മേഖലയിൽ സലീം തുടർന്നു വരികയാണ്. ചെറിയ രീതിയിൽ തുടങ്ങിയ മത്സ്യകൃഷിയാണ് ഇന്ന് കുടപ്പനമൂടിലെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർക്ക് സ്വന്തമായി ബ്രീഡ് ചെയ്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും ഈ മേഖലയിലേക്ക് പുതുതായി കടന്നുവരുന്ന ചെറുപ്പക്കാർക്ക് മത്സ്യകൃഷിയിൽ പരിശീലനം നൽകുകയും ചെയ്യുന്ന പേരുകേട്ട ഗവൺമെന്റ് അംഗീകൃത ഹാച്ചറിയായി ഉയർന്നു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അധികം ആരും കടന്നുവരാത്ത ഒരു മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി. AK ഫിഷ് ഹാച്ചറിയുടെ പ്രധാന പ്രവർത്തനം അലങ്കാര മത്സ്യകൃഷിയിൽ തന്നെയാണ്. ഇത്തിരി ശ്രദ്ധയും അധ്വാനവും ഉണ്ടെങ്കിൽ ഏറ്റവും ആദായകരമായി നടത്താവുന്ന ഒരു കൃഷി മേഖല കൂടിയാണിത്. 2.5 ഏക്കറിലാണ് ഇദ്ദേഹത്തിന്റെ മത്സ്യകൃഷി വ്യാപിച്ചു കിടക്കുന്നത്. മനോഹരമായ വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കുളങ്ങളിൽ വിവിധ വർണ്ണങ്ങളിലും ഇനങ്ങളിലുമുള്ള മത്സ്യങ്ങളെ വളർത്തുന്നു.
ഗിഫ്റ്റ് തിലോപ്പിയ, ചിത്രലാട, കരിമീൻ, ആസാം വാള തുടങ്ങിയവയെ കൂടാതെ കാരി പോലെയുള്ള നാടൻ മത്സ്യ ഇനങ്ങളെയും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു വരുന്നു. ഇവിടുത്തെ ചില പ്രധാന മത്സ്യ ഇനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് കോയി കാർപ്പ്. അക്വേറിയങ്ങളിൽ സാധാരണ കാണപ്പെടുന്ന മത്സ്യമാണ് കോയി കാർപ്പ്. വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലും ഇനങ്ങളിലുമുള്ള കോയി കാർപ്പ് മത്സ്യങ്ങളെ ഇവിടെ സംരക്ഷിച്ചു വരുന്നു. കട്ല, മൃഗാൾ, കാർപ്പ്, ആസാം വാള തുടങ്ങിയ മത്സ്യങ്ങളെയാണ് ഈ പ്രകൃതിദത്ത കുളത്തിൽ വളർത്തുന്നത്. മീൻ കുഞ്ഞുങ്ങളുടെ ഇനത്തിനും വലിപ്പത്തിനും അനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. ഇത് മലേഷ്യൻ ഇനമായ അരോവനയാണ്. 20 വർഷം വരെ ആയുർദൈർഘ്യമുള്ള ഈ മത്സ്യങ്ങളെ പൊതുവെ ഭാഗ്യ മത്സ്യങ്ങളായാണ് അറിയപ്പെടുന്നത്. മുതലയുടെ മുഖസാദൃശ്യമുള്ള ഈ മത്സ്യങ്ങളെ അലിഗേറ്റർ ഗാർ അഥവാ ക്രോക്കഡൈൽ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. 8 അടി മുതൽ 10 അടി വരെ വളർച്ചാ സാധ്യതയുള്ള ഈ മത്സ്യത്തിന്റെ ആയുർദൈർഘ്യം 25 വർഷം വരെയാണത്രേ. ഇത് ഫുൾ മൂൺ ബേട്ട. വെള്ള നിറത്തിലുള്ള ഈ ഫുൾ മൂൺ ബേട്ട മത്സ്യം ഫൈറ്റർ ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഫൈറ്ററാണ്. ഫൈറ്റർ വർഗത്തിൽപ്പെട്ടാണ്. ഫുൾ മൂണാണിത്. ഇത് ആണും പെണ്ണും പ്രത്യേകമാണ്. ഇപ്പുറത്തെ ഈ വലസിൽ കാണുന്നതാണ്, മറ്റേ പെണ്ണുമാണ്. ഇതിൻ്റെ ബ്രീഡിംഗ് രീതി ഇത് രണ്ടിനും ഒരിക്കലും ചേർത്തിടത്തില്ല. ഈ തങ്ങളിൽ വെച്ച് 2-3 ദിവസം തങ്ങളിൽ വെച്ചിട്ട് ഇതിനെ പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ ആൺമീന് പത ഇതിന് മുകളിൽ ഉണ്ടാക്കുന്ന സമയത്ത് പെണ്ണിനെ പിടിച്ചു വിട്ട് കൊടുക്കും. മൊത്തം ഇതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആണിനെ പിടിച്ചങ്ങ് മാറ്റും. പിന്നെ പെണ്ണിനെ മാത്രം ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റും. ഇതിന് ഫീഡ് കൊടുക്കുന്നത് ആർട്ടീമിയ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാർവ, കൂത്താടിയുടെ ലാർവ നമ്മൾ ശേഖരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പല ഇനങ്ങളിലുള്ള ഗപ്പികളെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. ഗപ്പികളിൽ മനോഹരിയാണ് ഈ പ്ലാറ്റിനം റെഡ്. ഇത് റോസി ബാർബ്. വാണിജ്യ പ്രാധാന്യമുള്ള റോസി ബാർബിന്റെ ആയുർദൈർഘ്യം 5 വർഷം വരെയാണ്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഈ ബ്ലൂ ഗൗര. ഇത് റെഡ് സോഡ് പ്ലാറ്റി ഫിഷ്. ഗ്രീൻ സോഡ് ടെയിൽ. അലങ്കാര മത്സ്യങ്ങളെ കൂടാതെ ഭക്ഷണത്തിനായുള്ള മത്സ്യങ്ങളെയും ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്തു വരുന്നുണ്ട് സലീം. ഇവിടെ ഫീഡ് കൊടുക്കുന്നത് 3 സമയത്തായിട്ടാണ്. ഉച്ചയ്ക്ക്, രാവിലെ, വൈകുന്നേരത്ത്. ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെങ്കിൽ ഫീഡ് കൊടുക്കത്തില്ല. തലേ ദിവസം നമ്മൾ പട്ടിണിയിടും. കാര്യം വയറെല്ലാം എം ടി ആക്കിയതിന് ശേഷം അതിനെ പാക്ക് ചെയ്യത്തുള്ളൂ. കാരണം കൂട് നിറച്ച് ഇതിൻ്റെ കാഷ്ടമാകുന്നതുകൊണ്ട് വെള്ളം എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം നാളത്തേക്ക് സീഡ് സെയിലുണ്ടെങ്കിൽ സീഡൊന്നും നമ്മൾ തീറ്റ കൊടുക്കത്തില്ല. ഞങ്ങൾ കൂടുതൽ വിപണനം എന്ന് പറയുന്നത് സീഡാണ്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട്. സീഡ് കൂടുതൽ ചെയ്യുന്ന കരിമീനാണ്. ഞങ്ങൾ മെയിൻ പ്രോഡക്റ്റ് എന്ന് കരിമീനാണ്. കരിമീൻ വലുത് നമ്മൾ കൊടുക്കത്തില്ല. കർഷകർക്ക് ബ്രീഡിംഗ് പെയർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഇന്നലെ ഞങ്ങൾ 26,000 കുഞ്ഞുങ്ങൾ ഫിഷറീസിന് കൊടുത്തു. ഈ 10-ാം തീയതിക്ക് വീണ്ടും 27,000 കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. നമ്മളതിലുണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ആവശ്യം പോലെ ഉണ്ട്. കണ്ടല്ലോ, ആപ്പിൽ ഇട്ടിട്ടുണ്ട്. പിടിച്ച് ഞങ്ങൾ കിട്ടുന്ന ആപ്പിൽ ഇതിലും ഒരു 12,000 കരിമീൻ കുഞ്ഞുണ്ട്. അതിലും ഉണ്ട്. ഏർലി സ്റ്റേജ് തന്നെ ആക്കി നമ്മൾ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലവണ്ണം ട്രീറ്റ് ചെയ്താണ് കൊടുക്കുന്ന, കണ്ടീഷൻ ചെയ്താണ് മീൻ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം മീൻ കുഞ്ഞുങ്ങൾ ഡയറക്റ്റായി പിടിച്ചുള്ള ഞങ്ങൾ കൊടുക്കത്തില്ല. പിടിച്ച് ടാങ്കിലിട്ട് കണ്ടീഷൻ ചെയ്ത് അതിൻ്റെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മീൻ കുഞ്ഞുങ്ങൾ കൊടുക്കത്തുള്ളൂ. കൂടുതൽ വലിയ മത്സ്യങ്ങൾ നമ്മൾ ഇനിയിപ്പം കൊടുക്കാറായിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മെയ് കൊണ്ട് നമ്മൾ വലിയ മത്സ്യം കംപ്ലീറ്റ് പിടിച്ച് കൊടുത്തു. ലോക്ക്ഡൗൺ സമയത്ത് പിടിച്ച് കൊടുത്തു. ഇനിയിപ്പം വർഷത്തിലൊരിക്കലാണ് എൻ്റെ വിളവെടുപ്പ്. അതിനിപ്പോൾ ഏകദേശം ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം 1 കിലോ സൈസൊക്കെ ആവും. അപ്പോൾ കൊടുക്കും. പിന്നെ കരിമീൻ ഞങ്ങൾ വലുത് കൊടുക്കത്തില്ല. ബ്രീഡിംഗ് പെയർ മാത്രമേ കൊടുക്കത്തുള്ളൂ. കുഞ്ഞുങ്ങൾ ആവശ്യം പോലെ എത്ര പേർക്കൊന്നും കൊടുക്കാനുണ്ട്. പിന്നെ കട്ല, മൃഗാള രോഗം കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്യണമുണ്ട്. ബ്രീഡിംഗ് സൗകര്യങ്ങളുണ്ട്. ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാർപ്പ് വർഗ്ഗങ്ങൾ. കോയി കാർപ്പും അത് നാച്ചുറൽ ബ്രീഡിംഗ് ആണ്. ആണും പെണ്ണും പിടിച്ച് ടാങ്കിലിട്ട് ഹൈഡ്രല്ല കൊടുത്ത് അല്ലെങ്കിൽ സ്റ്റിമുലൻ്റ് കൊടുത്തിട്ട് ബ്രീഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ സൈപ്രൺസും അങ്ങനെ തന്നെ തന്നെയാണ്. കട്ല, മൃഗാള രോഗം മാത്രമാണ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്ത് വിരിയിക്കുന്നത്. എഗ്ഗ് എടുത്ത് നമ്മൾ ഏർലി സ്റ്റൈൽ എഗ്ഗ് എടുത്തിട്ട് സ്ക്രോളിംഗ് വാട്ടറിൽ വിട്ട് ഡബിൾ ഹാപ്പേ കെട്ടി വിരിച്ചെടുത്ത് ഞങ്ങൾ ഹാച്ചിങ് ചെയ്യുന്നത്. പിന്നെ ഗ്രീനിങ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ കുഞ്ഞുങ്ങളും ഫിഷറീസിനാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇറിഗേഷൻ കൊടുക്കുന്നുണ്ട്, പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട്, കർഷകർ വന്നാൽ കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. എല്ലാത്തരം കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. നിരോധനം ഉള്ളതൊന്നുമില്ല. ഞങ്ങളെ ഫാമിൽ ഒരു മുഷിയെ പോലും കാണാൻ പറ്റത്തില്ല. മുഷിയില്ല.
നട്ടർ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളില്ല. നേരത്തെ ഇട്ട കുഞ്ഞുങ്ങൾ മാത്രം ഉള്ളത് കുഞ്ഞ് പിടികിട്ടാ കിടന്നത് കുറച്ചൊക്കെ ഉണ്ട്. അത് ഈ ഏപ്രിൽ മേയോട് കുളം പറ്റിക്കുമ്പോൾ കംപ്ലീറ്റ് തീരും. ഇന്ന് ധാരാളം കർഷകർ വളർത്തുന്ന ഒരു മത്സ്യ ഇനമാണ് ഗിഫ്റ്റ് തിലാപ്പിയ. ഗിഫ്റ്റ് തിലോപ്പിയയെ കൂടാതെ തിലാപ്പിയയുടെ തന്നെ പല ഇനങ്ങളെ നമുക്കിവിടെ കാണാം. ഇത് നൈൽ, ചിത്രലാഡ തിലാപ്പിയ. ചിത്രലാഡയുടെ കുഞ്ഞുങ്ങളെ 3.5 രൂപയ്ക്കാണ് നൽകി വരുന്നത്. ചിത്രലാട എന്ന് പറഞ്ഞാൽ തിലാപ്പിയ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. അത് പഞ്ചാബ് MM ഹാച്ചറിക്കാരുടെ ആണ്. അത് നമ്മളെടുത്ത് വളർത്തിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത ചിറകൊക്കെ ചുവപ്പായിരിക്കും, വാലിൽ അടുത്ത് ചുവപ്പാണ് ചിത്രലാട അടയാളം, കൂർത്ത വായും. പിന്നെ നൈൽ തിലാപ്പിയ എന്ന് പറയുന്നത് ചുവപ്പ് കാണത്തില്ല, അതിന് വരകൾ ക്ലിയർ ആയിരിക്കും. ദേഹത്ത് വെള്ള നിറം കാണത്തില്ല, പച്ച നിറം കൂടുതലായിരിക്കും. നട്ടർ, റെഡ് ബെല്ലിയാണ് നട്ടർ എന്ന് പറഞ്ഞ സാധനം. അത് നിരോധനമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് വിദേശ ഇനമായതിൻ്റെ പേരിൽ സർക്കാർ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് നമ്മൾ വളർത്തുന്നില്ല, കൊടുക്കുന്നില്ല, വിപണനം ചെയ്യുന്നില്ല. ഇത് വലുതായി കഴിയുമ്പോൾ കൊടുത്തങ്ങ് തീർക്കും, പിന്നെ ഇടത്തില്ല. ബ്രീഡ് ചെയ്ത് കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി വരുന്നു. ബ്രീഡിംഗ് കഴിഞ്ഞ കരിമീനുകളെ സൂക്ഷിക്കുന്ന കുളമാണ് ഇത്. ഈ കുളത്തിൽ 2 മൂലകളിൽ മണൽ വിരിച്ചിരിക്കണം. ഇവിടെയാണ് ഈ മത്സ്യങ്ങളെ കാണുന്നത്. ആസാം വാളയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ കുളത്തിൽ കാണാം. പിന്നെ കാർപ്പ് വർഗ്ഗങ്ങൾ 4 കട്ട്ള, മൃഗാള്, രോഹു, സൈപ്രൺസ്. അത് കട്ട്ള ഏറ്റവും മുകളിൽ നിന്ന് ആഹാരം എടുക്കുന്ന കട്ട്ള, രണ്ടാമത് എടുക്കുന്ന രോഹു, മൂന്നാമത് സൈപ്രൺസും മൃഗാലും. കരിമീനും കൊഞ്ചും ഏറ്റവും അടുത്തിട്ടാണ് ആഹാരം എടുക്കുന്നത്, വസിക്കുന്നത്. വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു സന്തുലിതാവസ്ഥ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ മീൻ അടിയിലേക്ക് പോകും. കരിമീൻ മുകളിലേക്ക് വരുന്ന ചാവാൻ വേണ്ടി മാത്രമാണ്. മുകളിലൊന്നും ഒരിക്കലും ആഹാരം എടുക്കത്തില്ല. എടുക്കുന്നത് ശീലിപ്പിച്ചാൽ എടുക്കും. ശീലിപ്പിച്ചാൽ മാത്രമേ ഫ്ലോട്ടിംഗ് ഫീഡ് എടുക്കത്തുള്ളൂ. അത് സിങ്കിങ് ഫീഡാണ് കൂടുതൽ ഇഷ്ടം. അടുത്തട്ടിലേക്ക് പോകുന്ന ഫീഡാണ് കൂടുതൽ ഇഷ്ടം. അത് അടുത്തിരുന്ന് ആഹാരം എടുക്കുന്നത്. പിന്നെ ആൽഗകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കരിമീൻ. പക്ഷേ പിന്നെ കാർപ്പ് വർഗ്ഗങ്ങൾ പ്ലവകങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അത് 2 ജന്തുപ്ലവകങ്ങൾ, സസ്യപ്ലവകം രണ്ടും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ വായു, ഡിസോൾവ് ഓക്സിജൻ ഇതിന് അത്യാവശ്യമാണ്. ഓക്സിജൻ കുറഞ്ഞാലോ ടെമ്പറേച്ചർ കുറഞ്ഞാലോ മീൻസ് നിൽക്കത്തില്ല. ടെമ്പറേച്ചർ സ്റ്റേബിളായിരിക്കും. 22-26 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കണം ടെമ്പറേച്ചർ. അല്ലാത്ത പക്ഷം ഒരുപാട് ആഴമുള്ള കുളങ്ങളാണെങ്കിൽ മീനുകൾ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി അടുത്തിട്ടിൽ മണ്ണുമായിട്ട് ചേർന്ന് നിന്ന് ആ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യും. പിന്നെ pH ലെവൽ, ഓരോ മഴ സമയത്തും pH ലെവൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ദിവസം ഇവിടെ pH നോക്കുന്നുണ്ട്. അത് രാവിലെ 7 മണിക്ക് മുമ്പായിട്ടാണ് pH നോക്കുന്നത്. കാര്യം സൂര്യപ്രകാശത്തിന് മുമ്പായിട്ട്. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴത്തേക്ക് പ്ലവകങ്ങൾ ഒരുപാട് ഉണ്ടാകും, ഓക്സിജൻ ലെവൽ കുറയും, പിന്നെ pH ലെവൽ കൂടുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് കിട്ടാൻ വേണ്ടി രാവിലെയാണ് 7 മണിക്ക് മുമ്പായിട്ടാണ് ചെയ്യുന്നത്. മത്സ്യക്കുളത്തിലെ വെള്ളം ഈ ബയോ ഫിൽറ്ററിൽ കൂടി കടത്തിവിട്ട് ശുദ്ധീകരിച്ചാണ് വീണ്ടും കുളത്തിലേക്ക് വിടുന്നത്. മത്സ്യങ്ങളെ ബ്രീഡ് ചെയ്യുന്നതിനായി പ്രത്യേക സംവിധാനം തന്നെ സലീം ഒരുക്കിയിട്ടുണ്ട്. നാടൻ ഇനമായ കാരി. ഇത്തരത്തിൽ നിരവധി ഇനങ്ങളിലുള്ള മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും വലിയൊരു ശേഖരം തന്നെ സലീം ഇവിടെ നിലനിർത്തി വരുന്നു. പിന്നെ ഇത് ഏകദേശം 2 ഏക്കർ സ്ഥലമുണ്ട് ഇതിനകത്ത്. അല്ല 1 ഏക്കറിന് മുകളിൽ കുളം തന്നെയുണ്ട്. കുളങ്ങളും ഇതിൻ്റെ മുകളിൽ ടാങ്കുകൾ 19 ടാങ്കുണ്ട്. ബ്രീഡിംഗ് ടാങ്കുകളുണ്ട്, റെയറിംഗ് ടാങ്കുകളുണ്ട്, പിന്നെ കണ്ടീഷൻ ടാങ്കുകളുണ്ട്, കണ്ടീഷൻ പോണ്ടുകളുണ്ട്. പിന്നെ നമ്മൾ അക്വാപോണിക്സ് ഉണ്ട്. അക്വാപോണിക്സിൽ നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് ഇടാൻ പോവുകയാണ് ഇപ്പോഴും. ഇപ്പം ആ ടാങ്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പിൽ അക്വാപോണിക്സ്. കഴിഞ്ഞ വർഷം നല്ല ഈൽഡായിരുന്നു, പച്ചക്കറി നല്ല ഈൽഡായിരുന്നു. പിന്നെ തീറ്റ കൊടുക്കുന്നത് 3 നേരമാണ്. നമ്മൾ ഗോദ്രേജിൻ്റെ ഫീഡാണ് ഉപയോഗിക്കുന്നത്. ഗോദ്രേജ് എല്ലാ ടൈപ്പ് ഫീഡും നമ്മുടെ കയ്യിലുണ്ട്. കാര്യം കരിമീൻ ഫീഡ് പ്രത്യേകമുണ്ട്, കൊഞ്ചിൻ്റെ ഫീഡ് പ്രത്യേകമാണ്. സ്റ്റാർട്ടർ മുതൽ ഗ്രോവർ മുതൽ ഫൈനൽ സ്റ്റേജ് വരെയുള്ള നമ്പർ 4 വരെ ഉണ്ട് ഇവിടെ. നമ്മൾ വലിയ മീനുകൾ കൊടുക്കുന്ന നമ്പർ 4 തീറ്റയാണ് ഗോദ്രേജിൻ്റെ കൊടുക്കുന്നത്. ചെറിയ മീനുകൾ കൊടുക്കുന്നത് നമ്പർ 1, നമ്പർ 2 അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട്. പിന്നെ ഏറ്റവും പൊടി കുഞ്ഞുങ്ങൾക്ക് ഗ്രോവറാണ് കൊടുക്കുന്നത്, ഗ്രോവറും സ്റ്റാർട്ടറും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ മത്സ്യങ്ങൾക്ക് അരി നല്ലോണം വേവിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി 3-4 കിലോ അരി വേവിച്ച്, അല്ലാതെ ഈ വലിയ കുളങ്ങളിൽ എത്തത്തില്ല, കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് അസോള ഒരു പരിധി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന്. പിന്നെ വിലവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ കാട് സൈഡ് മെഷീനിൽ കട്ടിയിട്ട് കൊടുക്കും. അതൊക്കെ തിന്നു തീർക്കുന്നുണ്ട്. കാണാൻ കുളത്തിലൊന്നും വേസ്റ്റൊന്നും ഇല്ലല്ലോ. പിന്നെ വെള്ളം pH ഇതുവരെ വ്യത്യാസങ്ങളൊന്നുമില്ല. pH ലെവൽ 7-7.5 തന്നെയാണ്, ഇതുവരെ മാറ്റം വന്നിട്ടില്ല. പക്ഷേ എന്നാലും ചെക്ക് ചെയ്ത് മഴ കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അല്ല പ്ലാങ്ക്ടൺ ലെവലും കുഴപ്പമില്ല,
പിന്നെ ആൽഗേ ലെവലും കുഴപ്പമില്ല. ആൽഗേ ലെവൽ കുടിക്കാൻ നമ്മൾ വല കെട്ടി ഷേഡ് നെറ്റ് കെട്ടി ആൽഗേ ലെവൽ കുറയ്ക്കും. സമ്മിശ്ര വിളകളാൽ സമൃദ്ധമായ ഒരു തോട്ടവും നമുക്കിവിടെ കാണാം. തെങ്ങ്, വാഴ, മരച്ചീനി, കുരുമുളക് തുടങ്ങിയ വിളകൾ വളരെ വിപുലമായി തന്നെ കൃഷി ചെയ്തിരിക്കുന്നു. കപ്പ കൃഷിക്കിടയിൽ നിലക്കടലയും വളർത്തിയിട്ടുണ്ട്. കുടപ്പനമോടുള്ള AK സലിം എന്ന് പറയുന്ന കർഷകൻ്റെ പ്ലോട്ടാണ്. ഉദ്ദേശം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലത്ത് ആണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ മത്സ്യകൃഷി ചെയ്തിട്ടുണ്ട്. മത്സ്യക്കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്യുകയും അതുപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളും പിന്നെ അലങ്കാര മത്സ്യങ്ങളും വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ്. 20 വർഷത്തിൽ കൂടുതലായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഫിഷ് ഫാമാണിത്. ഇവിടെ നിന്നും കരിമീൻ കുഞ്ഞുങ്ങൾ വരെ നമുക്ക് വിൽപ്പനയ്ക്ക് വാങ്ങാനായിട്ട് ലഭിക്കും. ഗിഫ്റ്റ് തിലോപ്പി മറ്റ് മത്സ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ശ്രീ AK സലിം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഫിഷറീസിൻ്റെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു വരുന്നു. അമ്പൂരി പഞ്ചായത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൃഷി പാഠശാല അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ചാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടത്താൻ സാധിച്ചത്. ഒരു മാതൃകാ കർഷകൻ എന്നതിലുപരി മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന് അമ്പൂരി പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഒരു പ്രചോദനമാണ് ശ്രീ AK സലിം എന്ന് പറയുന്ന ഈ കർഷകൻ. കറിവേപ്പില, മഞ്ഞൾ തുടങ്ങിയവ കൂടാതെ കുടംപുളി, ചെറുനാരകം, കർപ്പൂരമാവ് തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളും ദേവദാരു പോലുള്ള മരങ്ങളും ഇവിടെ പരിപാലിച്ചു വരുന്നു. സലീമിന്റെ കോഴികളുടെ ശേഖരത്തിൽ ഏറ്റവും ആകർഷണീയം ബ്രഹ്മ ഇനത്തിൽപ്പെട്ട കോഴികളാണ്. ഇവയുടെ ജന്മദേശം അമേരിക്കയാണ്. സാധാരണ കോഴികളെക്കാൾ വലിപ്പമുള്ള ഇവയുടെ മുട്ടകൾ ബ്രൗൺ നിറത്തോടു കൂടിയതാണ്. ഒരു ജോഡി കോഴികൾക്ക് 30,000 രൂപയും ഒരു മുട്ടയ്ക്ക് 150 രൂപയുമാണ് വില. സലീം ഇവയുടെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് 750 രൂപ നിരക്കിൽ നൽകി വരുന്നു. മത്സ്യങ്ങൾക്കും കോഴികൾക്കും പോഷക സമ്പുഷ്ടമായ തീറ്റ ലഭ്യമാക്കുന്നതിനായി ഒരു കുളം തന്നെ അസോള കൃഷിക്കായി നീക്കിവച്ചിരിക്കുന്നു. പാഴ്വസ്തുക്കളെല്ലാം ഇവിടുത്തെ ഉദ്യാനത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന വർണ്ണങ്ങളിലും ഇനങ്ങളിലുമുള്ള അലങ്കാര ചെടികളാലും പുഷ്പങ്ങളാലും മനോഹരമാക്കിയിരിക്കുന്ന ഉദ്യാനത്തിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിലെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. ചിരട്ടകളും വിവിധ സസ്യങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നത് കൂടാതെ ഒരു ആമ്പൽക്കുളവും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. മത്സ്യകൃഷിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും തീറ്റയും ഔഷധവും ഒക്കെ ലഭ്യമാക്കുന്ന ഒരു വിപണന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സന്ദർശകർക്ക് മത്സ്യകൃഷിയെക്കുറിച്ച് കണ്ടറിയാനും ആവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെയും മത്സ്യകൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. അമ്പൂരി പഞ്ചായത്തിലെ ഫിഷറീസ് വകുപ്പിന്റെ കോർഡിനേറ്റർ കൂടിയാണ് AK സലീം. ഇദ്ദേഹത്തെ തേടിയെത്തുന്നവർക്ക് മത്സ്യകൃഷിയെക്കുറിച്ചുള്ള അറിവ് പകരുന്നതിലും സലീം സദാ സന്നദ്ധനാണ്. അലങ്കാര മത്സ്യകൃഷിയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുകയും ചെയ്യുന്ന AK സലീം എന്ന ഈ മുൻകാല പ്രവാസിയുടെ പ്രവർത്തനങ്ങൾ പ്രേക്ഷകർക്കും പ്രചോദനമാകട്ടെ. സലീമുമായി സംസാരിക്കാം. ഫോൺ നമ്പർ
9400 44 8336.